കുറേ പേര് എന്നോടേ ഈ പ്രാവശ്യം ഞാൻ വീട്ടിൽ പോയിട്ട് എന്താ രേഷ്മ വീഡിയോ ഇടാത്തതെന്ന് എന്നോട് ചോദിച്ചു കേട്ടോ. അപ്പം ഞാൻ 1-ാം തീയതിയാണ് എൻ്റെ വീട്ടിലേക്ക് പോയത്. 1-ാം തീയതി വീട്ടിൽ പോയിട്ട് രാത്രി എൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിന്നെ പിറ്റേ ദിവസം എൻ്റെ അപ്പച്ചീൻ്റെ വീട്ടിലാണ് കേട്ടോ പോയത്. എൻ്റെ അച്ഛൻ്റെ ചേച്ചിയുടെ വീട്ടിൽ. എൻ്റെ അച്ഛനും ചേച്ചി ഇവർ 2 മക്കളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഉള്ളൊരു ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇതൊക്കെ. ഇത് മഞ്ഞ ചുരിദാർ ഇട്ടേക്കണ ആൻറ്റിയാണ്. നൈറ്റ് ഇട്ട് നിൽക്കണ എൻ്റെ സ്വന്തം അമ്മയാണ്. മറ്റേത് എൻ്റെ നാത്തൂനാണ്. ഇതെൻ്റെ നാത്തൂനാണ് കേട്ടോ. എൻ്റെ ആങ്ങളയുടെ, അതായത് എൻ്റെ അപ്പച്ചീൻ്റെ 3-ാമത്തെ മകൻ്റെ വൈഫ് എൻ്റെ നാത്തൂനാണ്. ഇതെൻ്റെ അച്ചമ്മയാണ് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. കുറേ നാളായി അങ്ങനെ പോവാറില്ല, പോയി ഇങ്ങനെ നിൽക്കാറില്ല, പോയി പോരുമെന്നല്ലാണ്ട് അങ്ങനെ നിൽക്കണമൊന്നുമില്ല. പിന്നെ ഇതേ ചേച്ചി എനിക്ക് മീൻ ഒക്കെ നന്നാക്കി തന്നിട്ടുണ്ടായിരുന്നു. മത്തിയായിരുന്നു കേട്ടോ. അപ്പം അതും കൂടെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊക്കെ ഞാനിങ്ങനെ അരപ്പൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ചിക്കൻ കറിയല്ല, പന്നിക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ പന്നി എന്തായാലും വാങ്ങിക്കും, കാരണം അയിത്താടിന് പന്നി ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ കാത്തുമ്മ, എൻ്റെ ആങ്ങളേൻ്റെ കുട്ടിയാണ്. 4 വർഷം കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ കാത്തുമ്മ ഉണ്ടായത്. അപ്പം കാത്തുമ്മേനെ ഞാൻ ഉണ്ടായിട്ട് കണ്ടിട്ടില്ല, അവളെ കൂടെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ വന്നത്. ഒരു 4 മാസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ 1-ാം വയസ്സ് പിറന്നാളാവും. അപ്പം അതിൻ്റെ വ്ളോഗൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഇതേ പന്നിയിറച്ചി എൻ്റെ അമ്മയും അതുപോലെ എൻ്റെ നാത്തൂനും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കണത്. എൻ്റെ അപ്പച്ചീനെ അങ്ങനെ ഈ വ്ളോഗിൽ അധികം കാണാൻ കഴിയില്ല കേട്ടോ. അധികം എന്നല്ല, കാണാൻ കഴിയില്ല. ആൾക്ക് പനിയൊക്കെ ആയിട്ട് ആൾ കിടക്കുകയാണ് കേട്ടോ, ഒരു സൈഡായിട്ടുണ്ട്. അതെൻ്റെ അച്ഛമ്മയാണ് കേട്ടോ, എൻ്റെ അച്ഛൻ്റെ അമ്മയാണ്. അങ്ങനെ ഇത് അടുത്ത വീട്ടിലെ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ കാത്തുമ്മയായിട്ട് കളിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അങ്ങനെ ഇതേ നമ്മുടെ പന്നിയിറച്ചിയൊക്കെ ഇതേ അടപ്പത്ത് കയറിയിട്ടുണ്ട്. പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. ആദ്യം എടുത്ത പാത്രം ചെറുതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പന്നിയിറച്ചിയൊക്കെ ഏകദേശം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരുന്നു. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളതിങ്ങനെ പുറത്തേക്കിടയൊക്കെ നടക്കുകയായിരുന്നു കേട്ടോ, ഞാനും കാത്തും. എൻ്റെ കുട്ടിക്കാലം മൊത്തം സ്പെൻഡ് ചെയ്ത സ്ഥലവും വീടും ഇതാണ് കേട്ടോ. കാരണം എൻ്റെ അച്ഛന് ഒരേ ഒരു കൂടപ്പിറപ്പുള്ളൂ, എൻ്റെ അച്ഛൻ്റെ ചേച്ചി. അപ്പോൾ സ്കൂളൊക്കെ അടയ്ക്കുമ്പം ഞാൻ ഇങ്ങോട്ടാണ് കേട്ടോ ഓടി വരിക. അപ്പോഴും ഇവിടെ എൻ്റെ അപ്പച്ചിക്ക് 3 ആൺമക്കളാണ്, പെൺപിള്ളേരില്ല. അപ്പോൾ കുഞ്ഞാഞ്ഞമാർക്കായാലും ഞാൻ കുഞ്ഞാഞ്ഞാന്ന് വിളിക്കുക, 3 കുഞ്ഞാഞ്ഞമാർക്കായാലും ഞാനായിരുന്നു ഫേവറേറ്റ്. കാരണം ഒരു പെൺകുട്ടിയേ ഉള്ളൂ. അപ്പം ഞാനുണ്ടായി ഇപ്പം എനിക്ക് 27 വയസ്സായി. ഈ 27 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ഒരു കുഞ്ഞുവാവ, അതായത് പെൺവാവ ഉണ്ടാവണത് ഞങ്ങളുടെ കാത്തുമ്മയാണ് കേട്ടോ. ദേ അങ്ങനെ ഞങ്ങൾ ഇലയൊക്കെ വെട്ടി ചോറിനായിരിക്കുകയാണ് കേട്ടോ. നല്ല കുത്തരി ചോറും പിന്നെ ചേച്ചീൻ്റെ ഉണക്കച്ചെമ്മീൻ തീയലുണ്ടായിരുന്നു, മീൻ പൊരിച്ചതുണ്ടായിരുന്നു, അതുപോലെ പയറുപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ പന്നിക്കറി. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ആദ്യം ഇരിക്കുന്നത് അവരാണ് കേട്ടോ, അവരാണുങ്ങളെല്ലാവരും ആണ് ആദ്യം ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് ദേ പിന്നെ ഞങ്ങളും കൂടെ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ദേ തോട്ടിൽ ചാടാൻ വന്നേക്കാണ് കേട്ടോ. നല്ല രസമുള്ള സ്ഥലമാണ്, അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു ഒറ്റ വ്ളോഗിലൊന്നും പറഞ്ഞു തീർക്കാനേ പറ്റില്ല, അടിപൊളിയായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് എന്താ പറയുക, നല്ല രസമായിരുന്നു. കാത്തുമ്പോൾ ഭയങ്കര കളിയായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. ഇത് ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോയ കുപ്പായാണേ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അവൾക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട് ആ കളർ. അപ്പം എന്നിട്ട് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റ.